ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് നൈറ്റി മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് ഒരു ലെയർ ഫ്രോക്കാണ് തയ്ക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഇതേപോലെ ഒരു നൈറ്റി ബിറ്റാണ് എടുത്തിരിക്കുന്നത്. ഫസ്റ്റ് നമുക്ക് ലൈനിങ് ഇതേപോലെ രണ്ടായി മടക്കിയതിന് ശേഷം വീണ്ടും ഒന്നുകൂടി ഫോൾഡ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ടോപ്പ് പാർട്ടിൻ്റെ ലെങ്ത്ത് നമുക്കൊരു 11 ഇഞ്ചും വിഡ്ത്ത് ഒരു 10 ഇഞ്ചും നമുക്ക് വേണം. അപ്പോൾ അതിനനുസരിച്ച് ക്ലോത്ത് മടക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ക്ലോത്തിനെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. അതിനുശേഷം ഫ്രണ്ടിലും ബാക്കിലും വേണ്ട പീസുകൾ സെപ്പറേറ്റ് ചെയ്ത് വെക്കുക. ഇവിടെ വീഡിയോ സ്കിപ്പായിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് ഫ്രണ്ടിൽ മാത്രമാണ് മാർക്കിങ്ങുകൾ ചെയ്യുന്നത്. അതായത് ക്ലോത്ത് രണ്ടായിട്ട് മടക്കിയിട്ട് സിംഗിൾ ഫോൾഡിൽ ക്ലോത്ത് ഇടുക. അപ്പോൾ ഇത് ഫ്രണ്ട് പീസിനുള്ള ക്ലോത്താണ്, നമ്മൾ രണ്ടായി മടക്കിയിട്ടാണ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ മുകൾ ഭാഗം ഒന്ന് ലെവൽ ചെയ്യാൻ വേണ്ടി ഇതേപോലെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരക്കാം. നെക്സ്റ്റ് നമ്മുടെ ടോപ്പ് പാർട്ടിൻ്റെ ലെങ്ത്ത്, അതായത് യോക്ക് പാർട്ടിൻ്റെ ലെങ്ത്തായിട്ട് 10 ഇഞ്ച് കറക്റ്റ് അളവും അതിൻ്റെ കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പോട് കൂടി 11 ഇഞ്ചാണ് അടയാളപ്പെടുത്തുന്നത്. ഇനി ഈ ഭാഗത്ത് നിന്ന് നമുക്ക് ലെങ്ത്ത് ഒന്ന് മാർക്ക് ചെയ്യാം. ശേഷം ലെങ്ത്തിൻ്റെ ഈ പോയിന്റുകൾ നമുക്ക് നീട്ടി വരച്ചെടുക്കാം. നെക്സ്റ്റ് നമുക്ക് നെക്കിൻ്റെ വിഡ്ത്തായിട്ട് ഒരു 2.25 ഇഞ്ച് ഇതേപോലെ അടയാളപ്പെടുത്താം. അവിടെ നിന്ന് തന്നെ ടാപ്പ് വെച്ചുകൊണ്ട് നമുക്ക് ടോട്ടൽ ലെങ്ത്തായിട്ട് ഷോൾഡറിൻ്റെ 5 ഇഞ്ച് ഇതേപോലെ അടയാളപ്പെടുത്തുക. ഇനി ആം ഹോളായിട്ട് ഷോൾഡർ എത്രയാണോ എടുത്തത് അതേ മെഷർമെൻറ്റ് നമുക്ക് അടയാളപ്പെടുത്താം. ഇവിടെ ഞാൻ 5 ഇഞ്ചാണ് ആം ഹോളായിട്ട് എടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റാണ് വരുന്നത്. അപ്പോൾ എനിക്കിവിടെ 7 ഇഞ്ചാണ് കറക്റ്റ് മെഷർമെൻറ്റ്. അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പോട് കൂടി ഞാനിവിടെ 9 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. ഇവിടെയായിട്ട് നമുക്ക് നമ്മൾ ടോപ്പ് പാർട്ടിൻ്റെ അവിടെയുള്ള വണ്ണം അടയാളപ്പെടുത്താം. അപ്പോൾ എനിക്ക് ഇവിടെ കിട്ടുന്നത് 7 ഇഞ്ച് പ്ലസ് 1.5 ഇഞ്ച് തയ്യൽ തുമ്പോട് കൂടി 8 ഇഞ്ചാണ് ആ ഒരു മെഷർമെൻറ്റ് കിട്ടുന്നത്. അതിനുശേഷം ചെസ്റ്റിൻ്റെ പോയിൻറ്റും വേസ്റ്റിൻ്റെ ഈ പോയിൻറ്റും തമ്മിലൊന്ന് ലൈൻ വരച്ചെടുക്കുക. അതേപോലെ കറക്റ്റ് അളവുകളും തമ്മിൽ ഇതേപോലെ യോജിപ്പിച്ചെടുക്കുക. ബോഡിയിൽ നിന്നാണ് മെഷർമെൻറ്റ് എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ചെസ്റ്റിൻ്റെ ആ ഭാഗത്ത് റൗണ്ട് ടാപ്പ് വെച്ചിട്ട് ആ കിട്ടുന്ന മെഷർമെൻറ്റിൻ്റെ കൂടെ 3 ഇഞ്ച് ആഡ് ചെയ്യുക ലൂസായിട്ട്. ആ കിട്ടുന്ന ആൻസർ /4 ചെയ്യാൻ അതിൻ്റെ കൂടെയാണ് തയ്യൽ തുമ്പ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ വേസ്റ്റിൻ്റെ അളവും ഞാൻ അതേപോലെയാണ് എടുത്തത്. ഇതേപോലെ റൗണ്ട് എടുക്കുക. അതിനുശേഷം 3 ഇഞ്ച് ലൂസ് കൂട്ടിയിട്ട് 4 ഡിവൈഡ് ചെയ്യുക. അതിനുശേഷം കിട്ടുന്ന ആൻസറിൻ്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് ആഡ് ചെയ്യുക. നെക്സ്റ്റ് നമുക്ക് ആം ഹോൾ ഇതേപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുക. നെക്സ്റ്റ് ഫ്രണ്ട് നെക്കിൻ്റെ ലെങ്ത്തായിട്ട് 3.5 ഇഞ്ച് ഇതേപോലെ മാർക്ക് ചെയ്ത് ഒരു ബോക്സ് പോലെ വരച്ച് ആ ഷേപ്പ് നമുക്ക് ഏത് നെക്കിൻ്റെ ഷേപ്പാണോ വേണ്ടത് അതൊന്ന് വരച്ചെടുക്കാം. ഇവിടെ ഞാൻ യു നെക്കാണ് വരക്കുന്നത്. അപ്പോൾ ആ ഷേപ്പിൽ ഇതൊന്ന് വരച്ചെടുത്തു. അപ്പോൾ ഫ്രണ്ട് ബോഡി പാർട്ടിൻ്റെ മെഷർമെൻറ്റൊക്കെ നമ്മൾ റെഡിയായി. ഇനി നമുക്കിത് കട്ട് ചെയ്ത് മാറ്റാം. നെക്സ്റ്റ് നമുക്ക് ബാക്കിൻ്റെ കട്ടിങ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഇതേപോലെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച് ക്ലോത്ത് രണ്ടായി മടക്കിയിടുക. ഇനി ഫോൾഡഡ് സൈഡിൽ നിന്ന് ഇതേപോലെ 1/2 ഇഞ്ച് താഴെ വരെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക. സിബ് വെക്കുന്നത് കൊണ്ടാണ് ബാക്ക് പാർട്ടിൽ 1/2 ഇഞ്ച് എക്സ്ട്രാ എടുക്കുന്നത്. നെക്സ്റ്റ് ഈ 1/2 ഇഞ്ചിൻ്റെ മാർക്കിങ് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഫ്രണ്ടിൻ്റെ പാർട്ട് ഇതേപോലെ വെക്കുക. അപ്പോൾ നമ്മൾ ഫ്രണ്ടിൽ മാർക്ക് ചെയ്ത മാർക്കിങ്ങൾ അതേപോലെ കിട്ടാൻ വേണ്ടി ഇതേപോലെ ഒന്ന് വരച്ചെടുക്കുക. നമ്മളെ ഷേപ്പും ലെങ്ത്തും എല്ലാം ഇതേ രീതിയിലൊന്ന് വരച്ച് ചെയ്തതിന് ശേഷം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. നെക്സ്റ്റ് ബാക്ക് നെക്ക് മാർക്ക് ചെയ്യുക. അതിനായിട്ട് നമ്മൾ വിഡ്ത്ത് എടുത്തിരുന്നത് 2.25 ലെങ്ത്തായിട്ട് 2 ഇഞ്ചും കൊടുത്തിരിക്കുകയാണ് ഞാൻ. അതൊന്ന് ഷേപ്പ് ചെയ്ത് വരച്ചെടുക്കുക. അപ്പോൾ നെക്ക് ഷേപ്പ് ചെയ്ത് വരുമ്പോൾ നമ്മൾ 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് അതിലേക്ക് കൂടി കർവ് ചെയ്ത് ഇതേപോലെ എടുക്കുക. ശേഷം നമുക്ക് നെക്ക് ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റാം. ഇനി മെയിൻ ക്ലോത്ത് നമുക്ക് ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ടിട്ട് നമ്മുടെ ലൈനിങ് ക്ലോത്ത് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്ത് ഫ്രണ്ടും ബാക്കും പീസ് സെപ്പറേറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഫ്രണ്ടിൻ്റെ പാർട്ട് ഇതേപോലെ വെച്ച് നമുക്ക് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. നെക്ക് ഈ സമയത്ത് തന്നെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഫ്രണ്ടിൻ്റെ പീസ് ചെയ്തതുപോലെ തന്നെ ബാക്കിൻ്റെ പീസും ഇതേപോലെ നല്ല ക്ലോത്തിൽ വെച്ചുകൊണ്ട് നമുക്ക് ഇതേപോലെ മാർക്കിങ്ങൾ അടയാളപ്പെടുത്തി കട്ട് ചെയ്തെടുക്കാം.
ഫ്രോക്കിൻ്റെ സ്കേർട്ട് പാർട്ടിൽ 2 ലെയർ വരുന്ന വിധത്തിലാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ഫ്രില്ലിന് വേണ്ടിയിട്ട് 4 ഫോൾഡിലിട്ട ക്ലോത്തിൻ്റെ വിഡ്ത്തായിട്ട് വരുന്നത് നമ്മുടെ വേസ്റ്റ് എത്രയാണോ അതിൻ്റെ കൂടെ 10 ഇഞ്ച് ആഡ് ചെയ്തിട്ട്, എനിക്ക് വേസ്റ്റ് ഇവിടെ 8.5 അതിൻ്റെ കൂടെ 10 കൂട്ടിയിട്ട് 18.5 ഇഞ്ചാണ് വേണ്ടത്. 18.5 കഴിഞ്ഞ് കുറച്ച് എക്സ്ട്രാ ഉള്ള ക്ലോത്തും കൂടി എടുത്ത് ഞാൻ മുഴുവൻ വിഡ്ത്ത് എടുക്കുകയാണ്. ലെങ്ത്തായിട്ട് എടുത്തത് 14.5 പ്ലസ് 1 ഇഞ്ച്, അങ്ങനെ 15.5 ഇഞ്ച് ലെങ്ത്താണ് എടുത്തത്. അപ്പോൾ അതിൻ്റെ താഴേക്കുള്ള ഫ്രില്ലിൻ്റെ ലെങ്ത്തായിട്ട് ഞാൻ 16 ഇഞ്ചാണ് എടുത്തത്. വിഡ്ത്തായിട്ട് നമ്മൾ നേരത്തെ എത്രയാണോ വിഡ്ത്ത് എടുത്തത് അതിനേക്കാൾ 10 ഇഞ്ച് എക്സ്ട്രയാണ് എടുത്തത്. അതിൽ കൂടുതൽ നിങ്ങൾക്ക് ക്ലോത്ത് ഉണ്ടെങ്കിൽ അത് അങ്ങനെ അനുസരിച്ച് എടുക്കുക. അപ്പോൾ ഫ്രണ്ട് നെക്ക് ഞാൻ കോളർ വെച്ചിട്ട് ഇതുപോലെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്, അത് നോക്കിയാൽ മതിയാവും. ഇപ്പോൾ ബാക്ക് പാർട്ട് ഞാൻ ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബാക്ക് പീസിന് നല്ല വശം ലൈനിങ്ങിൻ്റെ നല്ല വശം വെച്ചിട്ട് നമുക്ക് അത് നെക്ക് ഫിനിഷ് ചെയ്തെടുക്കുക. അതിനുശേഷം സിബ് വെക്കേണ്ട ഒരു ലെങ്ത്ത് മനസ്സിലാക്കിയിട്ട് നമുക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആദ്യം നടുക്ക് വരക്കുക. അതിനുശേഷം ഇരുവശങ്ങളിലും ലൈൻ വരച്ചിട്ട് ആ ഭാഗങ്ങളിലേക്ക് കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കുക. സിബിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്, അത് നോക്കുക. അപ്പോൾ മാക്സിക്കലം വെക്കുന്ന ഒരു സ്മോൾ സിബാണ് ഇവിടെ ഉപയോഗിച്ചത്, അതുകൊണ്ട് സിബിനേക്കാൾ കുറഞ്ഞ ലെങ്ത്തിൽ വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. നെക്സ്റ്റ് നമുക്ക് ബാക്കിൻ്റെ എക്സ്ട്രാ പീസ് ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റാം. അതിനുശേഷം നെക്കിന് കട്ട്സ് കൊടുക്കുക. പിന്നെ നമ്മൾ സെൻറ്റർ ലൈൻ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് ക്ലോത്ത് ഒന്ന് മറിച്ചെടുക്കാം. അരികു വശങ്ങളിൽ നമുക്ക് ഇതേപോലെ കൂർപ്പിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് സിബ് വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ സിബ് ഇതേപോലെ താഴെ വരുന്ന വിധത്തിൽ വെച്ച് ആ സിൽവർ ഭാഗം ഏറ്റവും മുകളിൽ വരുന്ന വിധത്തിൽ 2 എൻഡും ഒരേപോലെ വരുന്ന വിധത്തിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നെക്സ്റ്റ് നമുക്ക് ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം. ഇനി ഫ്രണ്ട് ബോഡി പാർട്ട് ഇതേപോലെ നിവർത്തി വെച്ചുകൊണ്ട് നമ്മുടെ ഫസ്റ്റത്തെ ഫ്രില്ലിൻ്റെ സെൻറ്ററും ഈ ബോഡി പാർട്ടിൻ്റെ സെൻറ്ററും ഒരുമിച്ച് വരുന്ന വിധത്തിൽ പിൻ ചെയ്ത് ബാക്കി ഭാഗം നമുക്ക് ഫ്രിൽ ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യത്തെ ഫ്രില്ല് ഞാൻ തയ്ച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിൻ്റെ താഴെയായിട്ട് നെക്സ്റ്റ് ഫ്രില്ല് വരുന്ന വിധത്തിൽ വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതേപോലെ ബാക്കിലും ഇതേ രീതിയിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. നെക്സ്റ്റ് സ്ലീവിന് വേണ്ടി ഞാൻ ഇതേപോലെ ഒരു ബ്ലാക്ക് ക്ലോത്ത് 2ആയി മടക്കിയിട്ടാണ് ഇട്ടിരിക്കുന്നത്. അതിനുശേഷം നമുക്ക് അതിൻ്റെ ലെങ്ത്തും വിഡ്ത്തും മാർക്ക് ചെയ്യാം. അപ്പോൾ സ്ലീവിൻ്റെ ലെങ്ത്തായി ഞാനിവിടെ തയ്യൽ തുമ്പോട് കൂടി 7.5 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. 1/2 ഇഞ്ച് ബാൻഡും ഞാൻ വെക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കണക്കൂട്ടിയിട്ട് വേണം നമ്മൾ ലെങ്ത്ത് എടുക്കാൻ. അപ്പോൾ 6.5 നമ്മുടെ ശരിക്കുള്ള ലെങ്ത്ത്, അതിൻ്റെ കൂടെ 1 ഇഞ്ച് കൂട്ടിയിട്ട് 7.5 എടുത്തു. ഇനി ഫ്രില്ലിടാൻ വേണ്ടി ഞാനിവിടെ 3 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. ഒരു പഫ് സ്ലീവാണ് ഇവിടെ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 3 ഇഞ്ച് എക്സ്ട്രാ ഇതേപോലെ മാർക്ക് ചെയ്യാൻ. അതിനുശേഷം നമ്മുടെ ആം ഹോൾ എത്രയാണോ 5.5 ഇഞ്ചാണല്ലോ, അപ്പോൾ അതിൻ്റെ കൂടെ 2 ഇഞ്ചും കൂടി ആഡ് ചെയ്തിട്ട് ആ ഒരു മെഷർമെൻറ്റ് മാർക്ക് ചെയ്യുക. താഴെ നിന്ന് നമുക്ക് സ്ലീവിൻ്റെ ലെങ്ത്ത് ഒന്ന് ജസ്റ്റ് മാർക്ക് ചെയ്തെടുക്കാം. ഇനി ഈ ലൈൻസ് ഒന്ന് യോജിപ്പിച്ച് നമുക്കൊരു സ്ക്വയർ ബോക്സ് പോലെ അവിടെ വരച്ചെടുക്കാം. ഫ്രില്ലിന് വേണ്ടി നമ്മൾ മാർക്ക് ചെയ്ത 3 ഇഞ്ചിൻ്റെ ലൈനും ഇതേപോലെ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചെടുക്കുക. അപ്പോൾ നമ്മൾ ഈ 3 ഇഞ്ച് എക്സ്ട്രാ എടുത്തത് നമ്മുടെ സ്ലീവിൻ്റെ ഓപ്പണിംഗ് ഭാഗത്തും ആവശ്യമുണ്ട്, അവിടെയും ഫ്രിൽസ് വേണം, അതുകൊണ്ടാണ് ഇതേപോലെ വരക്കുന്നത്. നെക്സ്റ്റ് സ്ലീവ് ഷേപ്പ് ചെയ്യാനായി നമുക്ക് താഴെ നിന്ന് 2 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ 3 ഇഞ്ച് മാർക്ക് ചെയ്ത് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചല്ലോ, അവിടെ നിന്നും 2 ഇഞ്ച് ഇതേപോലെ മാർക്ക് ചെയ്ത് ആ 2 ഇഞ്ചിൻ്റെ പോയിൻറ്റുകൾ തമ്മിൽ ഇതേപോലെ യോജിപ്പിച്ചുകൊണ്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ നമുക്ക് വരച്ചെടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ വരച്ചതിൻ്റെ സെൻറ്റർ ഒന്ന് കാണുക. ആ പോയിൻ്റ് ഒന്ന് മാർക്ക് ചെയ്തതിന് ശേഷം അവിടെ നിന്ന് ഇതേപോലെ വീണ്ടും ഒരു ലൈൻ വരക്കുക. ശേഷം ഇതുപോലെ ഒന്ന് ക്രോസ് ലൈൻ വരക്കുക. ക്രോസ് ലൈൻ്റെ സെൻറ്റർ കാണുക. അവിടെ നിന്ന് സെൻറ്റർ ലൈനിൽ താഴേക്ക് ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടെ നിന്ന് നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് സ്ലീവ് ഇതേപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുത്ത് മാർക്കിങ്ങൾ ഇതേപോലെ ചെയ്തെടുക്കുക. ഇനി നമുക്ക് സ്ലീവിൻ്റെ വിഡ്ത്ത് മാർക്ക് ചെയ്യാം. 3 ഇഞ്ച് കഴിഞ്ഞ പോയിന്റിൽ നിന്നാണ് നമ്മുടെ സ്ലീവിൻ്റെ റൗണ്ട് ഒന്ന് മാർക്ക് ചെയ്യേണ്ടത്. 4.5 എനിക്കിവിടെ സ്ലീവ് റൗണ്ട്, അതിന് കൂടെ 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് ആ പോയിൻറ്റും നമ്മുടെ ആം ഹോളിൻ്റെ പോയിൻ്റ് ഇതേപോലെ ഒന്ന് വരച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കൂടി കട്ട് ചെയ്ത് മാറ്റാം. ഇതേപോലെ ഒരു പീസ് ക്ലോത്തും കൂടി കട്ട് ചെയ്തെടുക്കണം. ഇതിപ്പോൾ ഒറ്റ സ്ലീവിനുള്ളതാണ് ഞാൻ കട്ട് ചെയ്തത്. നമ്മൾ 3 ഇഞ്ച് എക്സ്ട്രാ മാർക്ക് ചെയ്ത് അവിടെ ഇതേപോലെ ചെറിയ കട്ട്സ് കൊടുക്കുക. ഇരുവശങ്ങളിൽ അങ്ങനെ ചെയ്യുക.
ഈ സമയത്ത് തന്നെ നമ്മുടെ സ്ലീവിൻ്റെ റൗണ്ട് കറക്റ്റ് ആക്ച്വൽ റൗണ്ട് എത്രയാണെന്ന് ഇവിടുന്ന് മെഷർ ചെയ്തെടുക്കുക. മറ്റേത് നമ്മൾ 3 ഇഞ്ച് എക്സ്ട്രാ എടുത്തതാണ്. അപ്പോൾ സ്ലീവ് റൗണ്ടായിട്ട് നമുക്ക് ഇവിടെ വരുന്നത് 6 ഇഞ്ചാണ്. ആ ഒരു അളവിലേക്കാണ് നമ്മൾ ബാൻഡ് കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ബാൻഡ് വെക്കാൻ ഞാൻ ഇതേപോലത്തെ ഒരു പീസ് ക്ലോത്താണ് എടുത്തത്. അപ്പോൾ അതിന് വിഡ്ത്തായിട്ട് 2 ഇഞ്ചും ലെങ്ത്തായിട്ട് ഞാനിപ്പോൾ പറഞ്ഞ പോലെ 2 ഫോൾഡിൽ 6 ഇഞ്ചും വേണ്ടി ഞാനിവിടെ ഒരു 7 ഇഞ്ചിലാണ് മാർക്ക് ചെയ്തത്. കറക്റ്റ് അളവിൽ കട്ട് ചെയ്താൽ മതിയാവും. അപ്പോൾ ഇതേപോലത്തെ ഒരു പീസ് കൂടി നമുക്ക് 2 സ്ലീവിനായിട്ട് 2 പീസ് ആവശ്യമുണ്ട്. അപ്പോൾ അതേപോലെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നെക്സ്റ്റ് സ്ലീവിനുള്ള ബാൻഡും കൂടി ഞാൻ ഇതേപോലെ കട്ട് ചെയ്തെടുക്കുകയാണ്. ഫോൾഡ് ചെയ്തിട്ടാണ് ഞാൻ മെഷർമെൻറ്റ് എടുത്തത്. ഫ്രോക്ക് നമ്മൾ ഇതേപോലെ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്ത് നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്യാം. സ്ലീവിൻ്റെ സെൻറ്ററിൽ നമുക്ക് ആദ്യം ഒരു ചെറിയൊരു കട്ട്സ് ഇടണം. സ്ലീവ് ഓപ്പണിംഗ് ഭാഗത്തും അതേപോലെ ചെറിയൊരു കട്ട്സ് ഇടുക. അതിന് ശേഷം നമുക്ക് സ്ലീവ് ഇതേപോലെ ഓപ്പൺ ആക്കി വെക്കാം. അപ്പോൾ ഇവിടെ തൊട്ടിട്ട് ഇത്ര വരെ നമ്മൾ എക്സ്ട്രാ എടുത്ത ക്ലോത്താണ് ഫ്രില്ലിന് വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ നിന്ന് ചെറിയ ചുരുക്കുകൾ ഇതേപോലെ ഇട്ട് വരിക. എന്നിട്ട് അതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഈ കാണുന്ന രീതിയിൽ നമ്മൾ എക്സ്ട്രാ എടുത്ത ക്ലോത്ത് ഇതേപോലെ മുഴുവനായിട്ട് ഫ്രില്ലിട്ടിട്ട് വരിക. ഈ പറഞ്ഞ പോലെ തന്നെ സ്ലീവിൻ്റെ ഓപ്പണിംഗ് ഭാഗത്തും ഫ്രില്ലിട്ടിട്ട് വരിക. അവിടെ നമ്മൾ 3 ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മുടെ സ്ലീവ് എങ്ങനെയാണോ ഉണ്ടാവുക ആ രീതിയിൽ ഫോൾഡ് ചെയ്ത് പിടിച്ച് നമുക്ക് സെൻറ്റർ ഒന്നും കൂടി മാർക്ക് ചെയ്യേണ്ടതുണ്ട്. സെൻറ്റർ ലൈനിൽ ഒരു മാർക്കിങ് കൊടുക്കുക. നെക്സ്റ്റ് നമുക്ക് സ്ലീവ് നമ്മുടെ ഫ്രോക്കുമായിട്ടൊന്ന് ജോയിൻ ചെയ്തെടുക്കാം. 2 സ്ലീവ് ഇതേപോലെ ഒന്ന് അറ്റാച്ച് ചെയ്തെടുക്കുക. ഷോൾഡറിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മുടെ സ്ലീവിൻ്റെ സെൻറ്റർ വരുന്ന വിധത്തിൽ വെച്ചിട്ട് നമുക്ക് ജോയിൻ ചെയ്ത് ഇതേപോലെ എടുക്കാം. ആ സമയത്ത് നമ്മുടെ സ്ലീവ് കുറച്ച് അധികമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഫ്രില്ല് ഇട്ടിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഒന്ന് സ്ലീവ് വെച്ച് നോക്കുക ആംഹോളിൻ്റെ ആ ഭാഗത്തായിട്ട്. അപ്പോൾ എക്സ്ട്രാ വരുന്നത് ഇതേപോലെ 1-2 ഫ്രില്ല് ഇട്ടിട്ട് അവിടെ അഡ്ജസ്റ്റ് ചെയ്യുക. അങ്ങനെ സ്ലീവ് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം നമുക്കിനി ബാൻഡിൻ്റെ പീസ് സ്റ്റിച്ച് ചെയ്യുക. അതിനായിട്ട് നമ്മുടെ സ്ലീവിൻ്റെ മോശം വശത്തേക്ക് ബാൻഡിൻ്റെ നല്ല വശം വരുന്ന വിധത്തിൽ ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ശേഷം നമുക്ക് ബാൻഡിൻ്റെ പീസ് നമ്മുടെ സ്ലീവിൻ്റെ നല്ല വശത്തേക്ക് വരുന്ന വിധത്തിൽ ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത്, ഞാനിവിടെ 1/2 ഇഞ്ചിലാണ് ഫോൾഡ് ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് എത്രയാണോ വീതി വേണ്ടത് ഇതേപോലെ വെച്ചിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. 2 സ്ലീവിൻ്റെ എൻഡും ഇതേപോലെ ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് കൂടി കംപ്ലീറ്റ് ചെയ്താൽ നമുക്ക് സൈഡൊന്ന് ജോയിൻ ചെയ്തെടുക്കാം. ആ സമയത്ത് തന്നെ നമുക്ക് ബാൻഡ് വേണമെങ്കിൽ അത് അറ്റാച്ച് ചെയ്യാം. അതിനുശേഷം താഴെ മടക്കിയടിക്കാം. അപ്പോൾ നമ്മൾ ഫ്രോക്ക് ഏകദേശം കംപ്ലീറ്റ് ആയി.